ഇപ്പോൾ നിയമവകുപ്പ് മന്ത്രി പി രാജീവിന്റെ പ്രതികരണം ഉണ്ടാകും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇതിൽ UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പ്രതികരണത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ രൂക്ഷമായ പ്രതികരണവും നമ്മൾ കേട്ടു. ഇനി നിയമവകുപ്പ് മന്ത്രിയുടെ പ്രതികരണം ഉണ്ടാവും. അതിജീവിതമാർക്കൊപ്പം എന്ന നിലപാടെടുക്കുമ്പോൾ ഈ ദിവസം എന്തുകൊണ്ട് UDF കൺവീനർ അങ്ങനെ ഒരു നിലപാടെടുത്തു എന്നതിപ്പോഴും അറിയില്ല. ഒരുപക്ഷെ ദിലീപുമായിട്ടുള്ള വ്യക്തിബന്ധമായിരിക്കാം. അത് വ്യക്തിപരമായിട്ട് ദിലീപിന് നീതി കിട്ടി എന്ന് ദിലീപ് കരുതുന്നു എന്ന് പറയുന്നതിനും അപ്പുറത്തേക്ക് ദിലീപിന് നീതി കിട്ടി എന്നതാണ് തൻ്റെ വ്യക്തിപരമായ അഭിപ്രായമെന്ന് UDF കൺവീനർ പറയുമ്പോൾ അത് കേരളം എങ്ങനെ എടുക്കുമെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ നിയമവകുപ്പ് മന്ത്രി പി രാജീവ് വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിരിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അതിനുശേഷം പി രാജീവ് മാധ്യമങ്ങളെ കാണും. പി രാജീവാണ് ഇന്നലെ അപ്പീൽ പോകുമെന്നും പൂർണ്ണ നീതി കിട്ടിയിട്ടില്ല അതിജീവിതയ്ക്ക് എന്നും മാധ്യമങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നീതി കിട്ടാൻ വേണ്ടി ഏതറ്റം വരെയും പോകും എന്നുള്ളതാണ് സർക്കാർ നിലപാടെന്ന് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് അതിനെ സ്വാഗതം ചെയ്യുന്നതും നമ്മൾ ഇന്നലെ കണ്ടു. ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയും ഇപ്പോൾ ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് അതിജീവിതയ്ക്കൊപ്പം എന്ന നിലപാടാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാട് ഇപ്പോൾ UDF കൺവീനർ സ്വീകരിച്ചിരിക്കുന്നു. പി രാജീവ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. കുടുംബസമേതം പി രാജീവ് എത്തി വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ പോളിംഗ് ബൂത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. മാധ്യമങ്ങളെ കാണും, മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്യും. പി രാജീവ് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മണിയമ്പിള്ള രാജു തിരുവനന്തപുരത്ത് വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് പോളിംഗ് ബൂത്തിലേക്ക് എത്തി. അവിടെ വോട്ട് രേഖപ്പെടുത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. എത്രയെത്ര മനുഷ്യർ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി വോട്ടർ ID കാർഡും ഒക്കെ ആയിട്ട് വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഒരുപാട് മനുഷ്യർ, പലതരത്തിലുള്ള മനുഷ്യർ, പലയിടങ്ങളിൽ നിന്ന് വരുന്ന മനുഷ്യർ ഒക്കെ വോട്ട് രേഖപ്പെടുത്തി പോകുന്നു. ജീവിത പ്രയാസങ്ങൾക്ക് നടുവിലും പരിമിതികൾക്കൊക്കെ നടുവിലും വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള പൗരാവകാശം നിറവേറ്റിക്കൊണ്ടാണ് അവർ വരുന്നത്. പൗരധർമ്മം നിറവേറ്റുകയാണ്. ഇപ്പോൾ പി രാജീവ് മിനിസ്റ്റർ മാധ്യമങ്ങളെ കാണും. പി രാജീവ് പുറത്തേക്ക് പോളിംഗ് ബൂത്ത് നിന്ന് പുറത്തേക്ക് വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. 10% പിന്നിട്ടിരിക്കുന്നു പോളിംഗ്. 2 മണിക്കൂർ 40 മിനിറ്റ് കഴിയുമ്പോഴേക്കും 10% മേൽ പലയിടങ്ങളിലും പോളിംഗ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. അല്പസമയത്തിനുള്ളിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ പൂർണ്ണമായിട്ടുള്ള ഡാറ്റ വരും. എത്രയാണ് പോളിംഗ് ശതമാനം എന്നുള്ളതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരികയും ചെയ്യും. ഇപ്പോൾ പി രാജീവ് മിനിസ്റ്റർ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം കുടുംബസമേതം മടങ്ങുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അതിനു മുൻപ് മാധ്യമങ്ങളെ കണ്ട് മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കും. UDF കൺവീനർ അടൂർ പ്രകാശിൻ്റെ പ്രതികരണം തീർച്ചയായിട്ടും മാധ്യമപ്രവർത്തകർ ചോദിക്കും. അതിനുള്ള പ്രതികരണം ഉണ്ടാവും. കാരണം അപ്പീൽ പോകുമെന്ന് പറഞ്ഞത് സർക്കാരാണ്. എന്നാൽ അപ്പീൽ പോകുന്നതിനെ പരിഹസിച്ചതാണ് UDF കൺവീനർ ചെയ്തത്. വലിയ തിരഞ്ഞെടുപ്പ്, വലിയ ആവേശമുണ്ടാക്കിയ ഒരു തിരഞ്ഞെടുപ്പായി മാറുകയാണ്. ആദ്യഘട്ടം നല്ല പോളിംഗാണ് പലയിടങ്ങളിലുമുള്ളത്. 10% ചിലയിടങ്ങളിൽ 14%. കോട്ടയത്ത് ഇപ്പോൾ 14% പോളിംഗ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രായമേറിയ മനുഷ്യർ ഒരുപാട് പേര് വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവരുണ്ട്. അവിടെ വോട്ട് രേഖപ്പെടുത്താനായി നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പലയിടങ്ങളിൽ നിന്നുള്ള തത്സമയ കാഴ്ചകൾ. പാതി കേരളം തദ്ദേശത്തിൽ നിന്ന് വിധി എഴുതുകയാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 595 തദ്ദേശ സ്ഥാപനങ്ങളിലെ 11,167 ബൂത്തുകളിലേക്കാണ് ഇന്ന് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. 36,000-ലധികം സ്ഥാനാർത്ഥികളാണ് വിധി പരിശോധിക്കുന്നത്.